അരുൺ +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. പക്ഷേ അവന് തന്നെ അറിയാം അവൻ ഒരുപാട് അലസത കാണിക്കുന്നുണ്ട്. അവൻ ഒരുപാട് മാറ്റം ആവശ്യമുണ്ട്. അവൻ പഠനത്തിൽ അലസത കാണിക്കുന്നുണ്ട്. അവൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവന് മാറണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ മാറുന്നില്ല. ഓരോ ദിവസവും അവൻ തീരുമാനമെടുക്കുന്നുണ്ട്, ഞാനിന്ന് മാറും, ഞാൻ ഇന്നു മുതൽ ഒരു അടിപൊളി ജീവിതമാക്കും. പക്ഷേ അത് സംഭവിക്കുന്നില്ല. അവന് ഭാവിയിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരു നല്ല ജോബ് വേണം, അത് കഴിഞ്ഞ് അവൻ്റെ സ്വന്തം കമ്പനി സ്ഥാപിക്കണം. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. കാരണം അവൻ്റെ ജീവിതം മാറുന്നില്ല. അങ്ങനെ ഒരു ദിവസം അവൻ അവനോട് തന്നെ പറഞ്ഞു, ഞാനിനി എൻ്റെ ജീവിതം മാറ്റാൻ പോകുന്നില്ല, പക്ഷേ എൻ്റെ ഒരു ദിവസം മാറ്റും, ഇന്നത്തെ ദിവസം മാത്രം മാറ്റും. അവൻ ഓരോ ദിവസവും ഇങ്ങനെ പറയാൻ തുടങ്ങി, ഐ മേ ബി ലേസി ബട്ട് നോട്ട് ടുഡേ, ഐ മേ ഗീവ് അപ്പ് ബട്ട് നോട്ട് ടുഡേ. ഇങ്ങനെ ഓരോ ദിവസവും അവൻ പറയാൻ തുടങ്ങി, ഞാൻ അലസലായിരിക്കും, പക്ഷേ ഇന്നത്തെ ദിവസമല്ല. അങ്ങനെ അവൻ യുദ്ധം അല്ലെങ്കിൽ ആ ഫൈറ്റ് ഓരോ ദിവസമായിട്ട് ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങി. അവൻ ഒരുപാട് ദൂരേക്ക് നോക്കുന്നത് മാറ്റിയിട്ട് അവൻ്റെ കയ്യിലുള്ള സമയവും അവൻ്റെ കയ്യിലുള്ള ദിവസവും മാത്രം നോക്കാൻ തുടങ്ങി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അവനൊരു ദിവസം മനസ്സിലാക്കി, ഇപ്പോഴാണ് അവൻ്റെ ജീവിതം മാറിയത്. അവൻ പോലും അറിയാതെ അവൻ്റെ ജീവിതം മാറി. അവൻ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുമിച്ച് വന്ന് അവൻ്റെ ലൈഫിനെ കംപ്ലീറ്റ്ലി മാറ്റുകയായിരുന്നു. ശരിയാണ്, ചെറിയ മൈൻഡ് സെറ്റുകൾ അല്ലെങ്കിൽ ചെറിയ ഹാബിറ്റ്സ് നമ്മുടെ ജീവിതം മാറ്റും. നമ്മുടെ ദിവസങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ്, നമ്മുടെ ദിവസങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതം ഇമ്പ്രൂവ് ആകുന്നതും നമ്മുടെ ജീവിതം ചേഞ്ച് ആകുന്നതും. 3 ഫീൽഡിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അരുൺ തീരുമാനമെടുത്തത്. ഒന്ന്, മൈൻഡ് സെറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട്. മൈൻഡ് സെറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് അവൻ ഒന്നാമതെടുത്ത തീരുമാനമായിരുന്നു ടേക്ക് റെസ്പോൺസിബിലിറ്റി. അവൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും, അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും അവൻ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തുടങ്ങി. എക്സ്ക്യൂസുകൾ പറയില്ല, കംപ്ലൈൻറ്റുകൾ പറയില്ല. കാരണം നമുക്കെപ്പോഴും എന്ത് സംഭവിച്ചാലും മറ്റുള്ളവരിലേക്ക് ചൂണ്ടാൻ, മറ്റെന്തിലേക്കെങ്കിലുമൊക്കെ ചൂണ്ടാൻ ഒരു പ്രവണതയുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റൊരാളാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റാണ് റീസണായിട്ട് വെക്കുന്നത്. നമുക്കവിടെ ഒരു ശക്തിയില്ല. എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചാലും നമുക്ക് മാറ്റാൻ പറ്റാത്ത സിറ്റുവേഷൻ പോലെയാണ് അത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ, റെസ്പോൺസിബിലിറ്റി എൻ്റെ കയ്യിലാണ് എന്ന് സ്വയം പറയുമ്പോൾ, അവിടെ മാറ്റം കൊണ്ടുവരേണ്ടതും നമ്മളാണ്. ഈ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ചാണ് അരുൺ ആദ്യം അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. യു ഹാവ് ഗോട്ട് ടു ഡു ഇറ്റ്, യു ഹാവ് ഗോട്ട് ടു ചേഞ്ച് ഇറ്റ് ബിക്കോസ് യു ആർ റെസ്പോൺസിബിൾ. രണ്ടാമത് അരുണെടുത്തൊരു തീരുമാനം അവൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് അവൻ്റെ അലസതയെ അതിജീവിക്കാൻ, അവൻ്റെ സമയം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ. അവൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം, രാവിലെയുള്ള സമയമാണ് അവൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും സ്കിപ്പായി പോകുന്നത്. മോർണിംഗ് മേക്സ് ദ ഡിഫറൻസ്. ഒരു ദിവസം എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ഉണ്ടാക്കിയിരുന്നത് എന്നവൻ മനസ്സിലാക്കി. ഒരു ട്രെയിൻ പ്രവർത്തിച്ച് തുടങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത്. ആ ഒരു പ്രവൃത്തിയിലേക്ക്, ആ ഒരു മൂവ്മെൻറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ പതിയെ ആ ഒരു മൊമെൻറ്റത്തിൽ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ദിവസത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ മണിക്കൂറിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, എങ്ങനെ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതായി അവൻ ശ്രദ്ധിക്കുന്ന കാര്യം. നമ്മൾ പലപ്പോഴും ഒരു എസ്സേ വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചാൽ ഈ എസ്സേ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ഈ എസ്സേ എങ്ങോട്ടാണ് യാത്ര ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുമെന്ന് പറയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ദിവസത്തിൻ്റെ ആദ്യത്തെ 1-2 മണിക്കൂർ. ആ ആദ്യത്തെ 1-2 മണിക്കൂർ നമ്മൾ നന്നായിട്ട് ജീവിച്ചാൽ, നമ്മൾ നന്നായിട്ട് കൺട്രോളിൽ നിർത്തിയാൽ, മൈൻഡിനും ബോഡിക്കും കോൺഫിഡൻസ് തരുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും അന്നത്തെ ദിവസം മുഴുവനും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് ആ ഒരു മൊമെൻറ്റം കിട്ടും. സോ ഹീ ചേഞ്ച്ഡ് മോർണിംഗ്സ് ആൻഡ് മോർണിംഗ്സ് മേഡ് ദ ഡിഫറൻസ്. മൂന്നാമത്തെ കാര്യം, അവൻ്റെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുത്തൊരു തീരുമാനമായിരുന്നു. അതാണ് ഗ്രോ ഇൻ എമ്പതി. പലപ്പോഴും നമ്മുടെ ഈഗോ നമ്മളെ പിടിച്ചു നിർത്തും. മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടിയും അവരുമായിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയുമെല്ലാം നമ്മൾ പലപ്പോഴും പോകും. പക്ഷേ ഹ്യൂമൻ കണക്ഷൻസ് ആണ് അവൻ്റെ ജീവിതത്തിന് മീനിങ് തരുന്നത് എന്നവൻ മനസ്സിലാക്കി. അവൻ്റെ ഈഗോയ്ക്ക് പുറത്തിറങ്ങി മനുഷ്യരെ കാണാനും അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനും അവനൊരു തീരുമാനമെടുത്തു. അതാണ് എമ്പതി. ആദ്യമൊന്നും അങ്ങനെ ചിന്തിക്കാൻ അവന് പറ്റുന്നില്ലായിരുന്നു. പിന്നെ മനഃപൂർവ്വം അവൻ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും മറ്റൊരാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും, മറ്റേയാൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെയെല്ലാം ചിന്തിക്കാൻ തുടങ്ങി. മറ്റേയാളുടെ സ്ഥാനത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഇത് അവന് ഒരുപാട് സുഹൃത്തുക്കളെ നേടിക്കൊടുത്തു. അവനൊരു നല്ല പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ്. അവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. എല്ലാവരുമായിട്ടും നമുക്ക് ഒരുപോലെ പൊരുത്തപ്പെട്ടു പോകാനും ഒരുപോലെ എല്ലാവരും ഇഷ്ടപ്പെടാനും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഇതുപോലെ തന്നെ നമ്മുടെ സ്വഭാവവും വ്യത്യസ്തമാണ്. നമ്മളെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ ഒരുപാട് പേര് ചേർത്ത് നിർത്തുന്നുണ്ട്, നമ്മളോട് ഈഗോ ഇല്ലാതെ പെരുമാറുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് അക്സെപ്റ്റ് ചെയ്യാനും ആ ഒരു ഓപ്പൺനെസ്സിൽ ബാക്കിയുള്ളവരുമായിട്ട് ഇടപെടാനും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്.
അരുൺ ലൈഫ് ചേഞ്ച് ചെയ്തതുപോലെ നമുക്കും ലൈഫ് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ഡേയ്സ് മാറ്റാൻ തുടങ്ങിയാൽ, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് തുടങ്ങിയാൽ, നമ്മുടെ മോർണിംഗ്സ് മാറ്റാനായിട്ട് തുടങ്ങിയാൽ, നമ്മുടെ ഈഗോയ്ക്ക് പുറത്തിറങ്ങി എമ്പതി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ, നമ്മുടെ ഓരോ ദിവസവും മാറ്റാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതവും മാറും.